ഹലോ, നല്ല നമസ്കാരം. ഇത് ഗേൾ ഫ്രണ്ട് തെലുങ്ക് സിനിമയാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ വേവാത്ത ഫെമിനിസം എന്ന് ഞാൻ പറയും. പ്രണയബന്ധങ്ങളുടെ ടോക്സിക് മാസ്കുലിനിറ്റിയുടെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നിയന്ത്രണം, വൈകാരികമായ ചൂഷണം എന്നിവയാണ് സിനിമയുടെ പ്രധാനമായിട്ടുള്ള വിഷയം. രശ്മിക ചെയ്തിട്ടുള്ള ഭൂമ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാസ്റ്റേഴ്സ് കോഴ്സിന് ചേരുന്ന സ്വന്തമായി അഭിപ്രായമില്ലാത്ത നിസ്സംഗയായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥിനി. ദീക്ഷിത് ഷെട്ടി ചെയ്തിട്ടുള്ള വിക്രം, കോളേജിലെ സ്റ്റഡ് എന്നറിയപ്പെടുന്ന അദ്ദേഹം ഭൂമയെ അമിതമായി നിയന്ത്രിക്കുകയും ബന്ധത്തെ ടോക്സിക്കാക്കി മാറ്റുകയും ചെയ്യുന്ന കാമുകൻ. വിക്രമിൻ്റെ ടോക്സിക് ബന്ധത്തിൽ നിന്നും പുറത്തു വരുവാനും സ്വന്തം വ്യക്തിത്വം വീണ്ടെടുക്കുവാനും ഭൂമ നടത്തുന്ന പോരാട്ടമാണ് ശരിക്കും ഈ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയാം. ഇതിൻ്റെ പോസിറ്റീവ് വളരെയധികം പ്രസക്തമായിട്ടുള്ള വിഷയം. ഇതിലെ നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു ഹാൻഡ് ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് സിനിമ പറയാൻ ശ്രമിക്കുന്നത്. സൂക്ഷ്മമായിട്ടുള്ള നല്ല ഒരു സമീപനം സിനിമയുടെ എല്ലാ തന്നെ പുരുഷന്മാരെ ഒരിക്കലും മോശമായി ചിത്രീകരിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. ടോക്സിക് ബന്ധങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന സൗഹൃദ വലയങ്ങളെയും അത്തരം പെരുമാറ്റങ്ങളെയും അംഗീകരിക്കുന്ന സാമൂഹ്യ രീതികളെയും ഇത് തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൃത്തുക്കൾ ഈ പുകഴ്ത്തലുകൾ ഗുഡട എന്ന് പറഞ്ഞ് തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാൻ കൂട്ടത്തിൽ ഒരാളുണ്ടാകുക എന്നതുള്ളതും ഒരു വലിയ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആ ഒരു കഥാരീതി അനുസരിച്ചിട്ട് ഒരിക്കലും പ്രേക്ഷകനെ ഉപദേശിക്കുന്ന ആ ശൈലി ഒഴിവാക്കിയിട്ട് നല്ല ഒരു ഷാഡോ പോലുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു മെസ്സേജ് നൽകാൻ പലപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വാണിജ്യ സിനിമയുടെ മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ പുരുഷ സ്വഭാവങ്ങൾക്ക് നേർവിപരീതമായിട്ട് സാധാരണ എപ്പോഴും നാം കണ്ടുവരുന്നത് ഈ സിനിമകളിൽ, പ്രത്യേകിച്ച് തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ കണ്ടുവരുന്നത് പുരുഷ കഥാപാത്രങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ആ ഒരു രീതിയിൽ നിന്നും പുരുഷ സങ്കല്പങ്ങൾക്ക് വിപരീതമായിട്ട് തന്നെയാണ് ഈ സിനിമയെ ബിൽഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കഥ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഒരിക്കലും സംവിധായകൻ പ്രേക്ഷകനെ ഉപദേശിക്കുന്ന അല്ലെങ്കിൽ കാഴ്ചക്കാരനെ ഉപദേശിക്കുന്ന ശൈലി ഒഴിവാക്കി പകരം ഒരു സിംബോളിസം ആയിട്ടുള്ള കുറേ ചിത്രീകരണങ്ങളും കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും ഉപയോഗിച്ച് തീമുകൾ ബിൽഡ് ചെയ്യുവാനും അത് നമ്മളിലേക്ക് ഡെലിവറി ചെയ്യുവാനുമുള്ള ഒരു ശ്രമം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില കാഴ്ചകൾ ചില ഭീതി ഉണ്ടാക്കുന്ന ഒരു ഹൊറർ അനുഭവമായിട്ട് എനിക്ക് തോന്നി. സ്പെഷ്യലി ചില രംഗങ്ങളിൽ ഒരു വേര് കൊണ്ടുള്ള ഒരു ബന്ധനം ഉണ്ടാക്കുന്ന ചില സാധനങ്ങൾ. പ്രകടനത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ തീർച്ചയായും ഒരു നല്ല ഒരു പ്രകടനം തന്നെയാണ് രശ്മിക മന്ദാന നിർവഹിച്ചിട്ടുള്ളത്. കോളേജിലെ ആദ്യ ദിനം മുതൽ അവസാനം വരെയുള്ള ആ ഒരു നിസ്സംഗത, അവൾ ജീവിതത്തിൻ്റെ നിയന്ത്രണം സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്നത് വരെയുള്ള മാറ്റങ്ങൾ വളരെ അതിമനോഹരമായിട്ട് തന്നെയാണ് രശ്മിക പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അനു ഇമ്മാനുവൽ, ദുർഗ എന്ന് പറയുന്ന ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കോംപ്ലക്സ് ഒക്കെയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പെർഫോമൻസ് അനു ഇമ്മാനുവലിനും കാഴ്ചവയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കഥാപാത്രം ചെയ്തിട്ടുള്ള അദ്ദേഹവും വലിയ കുഴപ്പമില്ലാതെ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷനും അദ്ദേഹത്തിൻ്റെ ഡാൻസ് പെർഫോമൻസും വളരെ ഗംഭീരമായിരുന്നു എന്ന് തന്നെ പറയാം. ഇതിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒറ്റ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്രം എന്ന് പറയുന്ന ആ കഥാപാത്രം ഭൂമയുടെ കാമുകനായ വിക്രമിന് യാതൊരു റെഡിമീനിങ്ങും ക്വാളിറ്റിയും നൽകുന്നില്ല. സ്വന്തം അമ്മയെ പോലും വീട്ടുജോലിക്കുള്ള ഒരു റോബോട്ടിനെ പോലെയാണ് കാണുന്ന അയാളെ ഒറ്റ സ്വഭാവമുള്ള കഥാപാത്രമായി ഞാൻ വിലയിരുത്തുകയാണ്. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ ലളിതമായി നല്ലവനെന്നോ അല്ലെങ്കിൽ മോശക്കാരനോ എന്ന് എങ്ങനെയാണ് വേർതിരിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഒരു മണിക്കൂറിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഏകദേശം 2.25 മണിക്കൂറോളം സിനിമയുണ്ടെങ്കിൽ പോലും നമുക്കൊരു ഇൻ്റർവെല്ലോട് അടുപ്പിച്ച് തന്നെ നമുക്കിവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷയത്തിൻ്റെ പ്രാധാന്യം ഇത് ഒരു വലിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉണ്ടായിട്ടും എനിക്ക് വിരസതയായിട്ട് തോന്നിയത് ഭൂമയെ കഴുത്തു ഞെരിക്കുന്നത് പോലെ ഒരു ഷോൾ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ അതിന് പറയുക, തുപ്പട്ട, അത് ശരീരത്തോട് ചേർത്ത് കെട്ടിയ നിലയിൽ കാണിക്കുകയാണ്. കുറേ ക്ലൈമാക്സിൽ മാത്രമാണ് ആ ഒരു സാധനം ഒഴിവാക്കിയിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് വരെ ഒരു സിംബോളിസം അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിക്രമിൻ്റെ അമ്മയുടെ അതേ സാരി ഭൂമ കണ്ണാടിയിൽ കൂടെ നോക്കുന്നത് താൻ ആ അവസ്ഥയിലേക്ക് മാറുമോ എന്ന ഭയം വ്യക്തമാക്കുന്നതിന് ഒരു അമിതമായ പ്രാധാന്യം നൽകിയതിൻ്റെ ഒരു ഉദാഹരണം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു സാഹിത്യത്തിൻ്റെ സ്വാധീനം
ഒരിക്കലും ഇല്ലാതെ പോയി. ഭൂമ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനെ ആയിരുന്നിട്ട് പോലും പുസ്തകങ്ങൾ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലേക്ക് വിഷമഘട്ടത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് വ്യക്തമായി കാണിക്കാതെത്തത് ഒരുപക്ഷെ സിനിമയുടെ ഒരു വലിയ വീഴ്ചയായിട്ട് എനിക്ക് തോന്നി. അവസാനം എന്നിട്ട് ഒന്ന് എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഒരു ടോക്സിക് ബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശക്തമായ പ്രസ്താവനയായി മാറുവാൻ വേണ്ടി ശേഷി ഉണ്ടായിരുന്നിട്ടും കഥാപാത്രങ്ങളുടെ ഒറ്റപ്പെട്ട സ്വഭാവത്തിൽ ഒതുക്കിയതും അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക അവതരണ രീതിയും ആ കഥയ്ക്ക് മാച്ചാകാത്ത രീതിയിലുള്ള ഒരു സിനിമാറ്റിക് മൂഡും നൽകാൻ കഴിഞ്ഞിട്ടില്ല. പൊതുവായി എനിക്ക് തോന്നുന്നത് ആ വിഷയം വളരെ പ്രസക്തമാണ്, പക്ഷേ അതിന് നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന ആ ഒരു രീതി ഇത്തിരി മോശമായി പോയി എന്നുള്ളത് മാത്രമാണ്. സമയവും സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇരുന്ന് കാണാവുന്ന ഒരു സിനിമയാണ്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് സംസാരിക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, താങ്ക് യു.